ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ചപ്പീസ് കിച്ചൺ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഫിഷ് മോളിയാണ്. അതിനു വേണ്ടി ഞാൻ അയിലയാണ് എടുത്തിട്ടുള്ളത്. അയില കൊണ്ടാണ് ഞാൻ ഫിഷ് മോളി റെഡിയാക്കുന്നത്. ഞാൻ 3 അയില എടുത്തിട്ടുണ്ട്. എന്നിട്ടിത് കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇത് അയക്കൂറ വെച്ചിട്ടെല്ലാം ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഞാനിപ്പോൾ അയില കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതാ നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി എന്നോട് ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കണം. ഞാനിതാ ഒരു ചെറുനാരങ്ങൻ്റെ പകുതി ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഞാനിത് ഫ്രൈ ചെയ്യാണ്. അതിന് വേണ്ടി ഇതാ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഞാനിതാ ഈ മീനുണ്ടല്ലോ അത് ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയതിന് ശേഷം ഞാനിതാ ഇത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അയില കൊണ്ട് ഫിഷ് മോളി ഉണ്ടാക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റാണ്, കിടിലൻ ടേസ്റ്റ് ഉണ്ട്. ഞാനിത് കഴിച്ച് നോക്കിയപ്പോഴാണ് ഇത് വോയിസ് കൊടുത്തിട്ടുള്ളത്. ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ല ടേസ്റ്റാണെന്ന്. അപ്പോൾ ഇത് ഫുള്ളും ഫ്രൈ ആയതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ ഞാൻ ഫുള്ളായിട്ടും പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതവിടെ മാറ്റി വെക്കുക. എന്നിട്ട് കറി റെഡിയാക്കാനായിട്ട് തുടങ്ങുക. അതേ എണ്ണയിലേക്ക് തന്നെ ഞാനിതാ ഒരു കഷ്ണം പട്ട ഇട്ടിട്ടുണ്ട്. പിന്നെ 3 ഗ്രാമ്പു, 3 ഏലക്കായ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ അതെല്ലാം ഇട്ടതിന് ശേഷം ഇതാ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക്, ഒരു ചെറിയ സവാള, ഇതെല്ലാം കൂടിയും ഞാനിതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതാ ഞാൻ 2ാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 1 കപ്പ് തേങ്ങേൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് 2ാം പാലാണ്. 1ാം പാൽ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. 2ാം പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കുക. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക, കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി പാൽ ചേർത്തതിന് ശേഷം ഞാൻ ഫ്രൈ ആക്കി വെച്ച മീനുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ പാലിൽ മുങ്ങുന്ന തരത്തിലായിരിക്കണം ഇട്ട് കൊടുക്കേണ്ടത്. മീൻ ഫുള്ളായിട്ടും ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഞാനൊരു മീഡിയം സൈസ് വലിപ്പമുള്ള തക്കാളി റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ ഇതിൻ്റെ മേലെയായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വിനാഗിരി ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ ചെറുനാരങ്ങയുടെ നീരാണ് ഒഴിക്കുന്നത്. എന്നിട്ടിത് അടച്ച് വെക്കുക. ഒരു 4 മിനിറ്റ് ഇത് ഇങ്ങനെ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം.
അപ്പോൾ 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞാനിതാ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കേണ്ടത്. ഒന്നാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം തിളപ്പിക്കരുത്, അന്നേരം പാൽ പിരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി, തിളപ്പിക്കേണ്ട ആവശ്യമില്ല. പാൽ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു എരിവ് കിട്ടും, അതിനാണ് ഞാൻ കുരുമുളക് പൊടി ചേർത്തിട്ടുള്ളത്. അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സാക്കുക. അപ്പോൾ എൻ്റെ ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. തിളപ്പിക്കരുത്, ഒന്നാം പാൽ ചേർത്താൽ അപ്പോൾ പിരിഞ്ഞു പോകും. അപ്പോൾ ഫിഷ് മോളി റെഡി ആയിട്ട് ഞാനിതാ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, കിടിലൻ ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ കൂടെ നല്ല കിടിലൻ കോമ്പിനേഷനാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും ഒരു നല്ല വീഡിയോ ഇട്ട് കാണാം. അസ്സലാമു അലൈക്കും.